തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്മിൽ സംഘർഷം. കാട്ടാക്കടയിലും അരുവിക്കരയിലുമാണ് പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. നവകേരള ബസ് കടന്നുപോയതിനു പിന്നാലെയാണ് പോലീസ് സാന്നിധ്യത്തിൽ പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചു. ഷിജോ കുര്യനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷിജോ, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായിരുന്നു. നിലവിൽ സാഹചര്യം എങ്ങനെയാണ്? സ്നേഹ, നിലവിൽ സാഹചര്യങ്ങൾ സമാധാന അന്തരീക്ഷത്തിലാണ് പോകുന്നത്. അതേസമയം നവകേരള സദസ്സ് അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ വലിയ സംഘർഷത്തിലേക്ക് വഴിമാറുന്ന കാഴ്ചകളാണ് നമുക്ക് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ കഴിഞ്ഞത്. ഇന്ന് തിരുവനന്തപുരത്ത് രണ്ടിടത്താണ് യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. ആദ്യം കാട്ടാക്കടയിൽ മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ പ്രവർത്തകരെ പ്രതിരോധിക്കാനെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. അതിന് പിന്നാലെയാണ് അരുവിക്കര കുറ്റിച്ചലിലും സമാനമായ രീതിയിലുള്ള സംഘർഷമുണ്ടായത്. ഈ പ്രവർത്തകരെ ഇവിടുന്ന് പിന്തിരിപ്പിച്ചു വിടാൻ പോലീസ് ശ്രമിച്ചെങ്കിലും പോലീസിന് പോലും അതിന് കഴിഞ്ഞിരുന്നില്ല. രണ്ടു കൂട്ടരും ചേരിതിരിഞ്ഞ് പോർ വിളിച്ചുകൊണ്ട് സംഘർഷമുണ്ടാവുകയായിരുന്നു. ഇതിൽ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. കുറ്റിച്ചലിൽ സംഘർഷമുണ്ടായ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മലയിൻകീഴ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുളപ്പട ഫിറോസ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ളവർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കാണാത്ത രീതിയിലുള്ള വലിയ സംഘർഷമാണ് ഇന്നിപ്പോൾ ഈ തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നത്. കല്യാശ്ശേരിയിലൊക്കെ സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ സംഘർഷങ്ങൾ കണ്ടതാണ്. എന്തായാലും നവകേരള സദസ്സ് അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ രംഗത്തുണ്ട്. അവരെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഡിവൈഎഫ്ഐയും ഉണ്ട്. എന്തായാലും ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ വലിയ സംഘർഷത്തിലേക്ക് വഴിമാറുന്ന കാഴ്ചകളാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. സ്നേഹ. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.